ഹലോ കുട്ടീസ്, തണ്ണിമത്തൻ ലവേഴ്സ് വരൂ കേട്ടോ. ഇന്ന് തണ്ണിമത്തൻ ലവേഴ്സിനുള്ള സ്പെഷ്യൽ റെസിപ്പിയാണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഇതാ ഒരു ചെറിയൊരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. തണ്ണിമത്തൻ എടുത്ത് അത് ഈക്വൽ പാർട്ടായിട്ടല്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്ന, ഒരു പാർട്ട് കുറച്ചധികം തന്നെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു കുഞ്ഞു പാർട്ടിനെ മാറ്റി വെച്ചു. അതെനിക്ക് കഷ്ടമായിട്ട് ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ഇടവേളയിൽ കഴിക്കാനുള്ളതാണ് കേട്ടോ. നമ്മുടെ വർക്ക് ചെയ്യുന്നതിനിടയിൽ കഴിക്കാനുള്ള സാധനമാണ്. അപ്പോൾ അത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മളിതേ തണ്ണിമത്തൻ്റെ പൾപ്പ് ചുരണ്ടി എടുക്കുകയാണ്. പൾപ്പ് നല്ല രീതിക്ക് തന്നെ നമ്മളെടുത്ത് മാറ്റി വെക്കാം. തണ്ണിമത്തൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തണ്ണിമത്തൻ. ഏത് പാതിരാത്രിക്ക് കിട്ടിയാലും കഴിക്കുന്ന ഒരു സംഭവമാണ്. തണ്ണിമത്തനായാലും തണ്ണിമത്തൻ ജ്യൂസ് ആയാലും എങ്ങനെയായാലും കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് കേട്ടോ അവിടെ കുട്ടീസിനും, അവർക്കും ഭയങ്കര ഇഷ്ടമാണ് തണ്ണിമത്തൻ. അതുകൊണ്ട് എപ്പോഴും വാങ്ങുന്ന ഒരു ഫ്രൂട്ട്സിൽ എപ്പോഴും ഇവിടെ ഉണ്ടാകുന്ന ഒരു ഐറ്റം തണ്ണിമത്തനാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ചൂട് കാലവും കൂടിയല്ലേ, അപ്പോൾ എന്തായാലും തണ്ണിമത്തൻ്റെ ഡിമാൻഡ് കൂടുന്നുള്ള ഉറപ്പാണ്. നല്ല വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിശപ്പും തോന്നൂല, നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം ശരീരത്തിലെത്തുകയും ചെയ്യും. അപ്പോൾ നമുക്കതിൻ്റെ പൾപ്പ് നമ്മൾ ഏകദേശം നല്ലോണം ഊറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ചുരണ്ടി പൾപ്പ് മാറ്റും. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ്റെ ആ ഒരു ഷെല്ല് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആ ഷെല്ല് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നേരെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ഈ ഒരു പൾപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറേശ്ശെ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പൾപ്പ് ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് മാത്രം പഞ്ചസാര നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ആണേലും ചെറുനാരങ്ങ അങ്ങനത്തെ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. പ്ലെയിൻ ആയിട്ടുള്ള ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ജ്യൂസ് ഉണ്ടാക്കിയത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ട്, അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു പാത്രമായിരിക്കണേ. പാത്രം വെച്ച് അതിലേക്ക് നമ്മുടെ ഈ ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജ്യൂസ് ഒന്ന് ചൂടായി വരട്ടെ. ആ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്കിനി ഒരിത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം നമുക്ക് അലിയിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ജെലാറ്റിൻ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ്, മെൽറ്റ് ചെയ്തതിന് ശേഷം ഇടുകയല്ല, ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലോണം അത് നമ്മൾ അലിച്ചെടുക്കണം. നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കണേ, അത് അല്ലെങ്കിൽ പണിയാവും. അപ്പോൾ നല്ല രീതിക്ക് ഇളക്കി നമ്മളത് ശരിക്കും മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ജ്യൂസ് ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സിമ്മിലേക്ക് മാറ്റാം. അപ്പം നല്ല രീതിക്ക് തന്നെ അത് ബോയിലായി ആ ജെലാറ്റിൻ്റെ പൗഡർ മൊത്തം നമ്മളെ ആ ജ്യൂസിൽ മിക്സായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസി ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിത് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ള. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ എത്ര വേണേൽ കഷ്ടപ്പെടാൻ തയ്യാറാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ജ്യൂസൊക്കെ സെറ്റായി, നമ്മുടെ ജെലാറ്റിൻ പൗഡറൊക്കെ മിക്സായി കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയപ്പോൾ നമ്മുടെ ഷെല്ലിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ തണ്ണിമത്തൻ ഇങ്ങനെ ആടി ഒലഞ്ഞ് ഇങ്ങനെ ഡാൻസ് കളിച്ചപ്പോൾ ഞാൻ അതൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു. നമുക്കിനി അതൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ആ 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ തണ്ണിമത്തൻ ജെല്ലി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ നമ്മുടെ തണ്ണിമത്തൻ ജെല്ലി ഇവിടെ
സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കുരുവില്ലാത്ത ഈ ഒരു തണ്ണിമത്തൻ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുഞ്ഞ് പീസാക്കി മാറ്റാം. ഇതേ കണ്ടില്ലേ, നമ്മളതിനെ വീണ്ടും കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല എമ്മി ടേസ്റ്റ് കേട്ടോ. ഇത് കടിച്ച് കഴിക്കുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം അത് അലിച്ച് കഴിക്കാനാണ്, നല്ല ടേസ്റ്റാണേ. അപ്പം എല്ലാ തണ്ണിമത്തൻ ലവേഴ്സും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്